വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നോമ്പോറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 3 മണിയല്ല, ഏകദേശം ഒരു ഉച്ചയായിട്ട് ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് പോകുന്നത് ഒരു 10 മണി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഉച്ചയായിട്ടപ്പോൾ ഞങ്ങൾ വന്ന് ഇപ്പോൾ എല്ലാവരും ഫ്രഷ് ആവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലേക്ക് കയറി. അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസും കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്, വേറൊന്നും ഉണ്ടാക്കുന്നില്ല. ഫ്രൈഡ് റൈസും ചിക്കൻ 65 ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് വരാം. ഇതാ നോമ്പറക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് പൊരിച്ചാടി ഒന്നും കാര്യമായിട്ട് ഇത് ബ്രെഡ്, മധുരമുള്ള ബ്രെഡ് കേട്ടോ, വാട്ടിയത് മുട്ടയും പാലൊക്കെ ആയിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് പൊരിച്ചാടികളൊന്നും കാര്യമായിട്ട് ആക്കിയില്ല. കാരണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് കൊണ്ട് ഫ്രൈഡ് റൈസ് നേരിട്ട് കഴിക്കാന്ന് വെച്ചിട്ട് പൊരിച്ചാടികൾ ഉണ്ടാക്കിയത് തിന്നാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് പൊരിച്ചാടികൾ ഒഴിവാക്കിയതാണ്. ഇത് ബ്രെഡും പാട്ടുന്നില്ല, ഒന്നും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ വിചാരിച്ചതാണ് നോമ്പറക്കുമ്പോൾ തന്നെ ചോറ് കഴിക്കാമെന്നുള്ള പ്ലാനിൽ. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒന്നും ഇല്ലാണ്ട് എന്തോ ഒരു ഇടങ്ങാറ്. അപ്പോൾ അതിങ്ങനെ പറക്കുമ്പോൾ ബ്രെഡ് വാട്ടാറ്. അപ്പോൾ പിന്നെ അങ്ങനെ ബ്രെഡ് വാട്ടിയാടെ വെച്ച് അപ്പോൾ ഗ്ലാസ് വെള്ളവും കുടിച്ച് നോമ്പ് തുറന്നിട്ട് വേറെ ഇതൊന്നും ഇപ്പോൾ കഴിക്കുന്നില്ല. അതൊക്കെ ഇവിടെ എടുത്ത് വെച്ചിരുന്നല്ലോ. വെള്ളം കുടിച്ച് നോമ്പ് തുറന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരുമിച്ച് കഴിച്ചിട്ട് നിസ്കരിക്കാൻ പോയ കവാവായിപ്പോൾ സമാധാനത്തിൽ വന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ അത് അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഇവിടെ ആക്കിക്ക് കുട്ടികളും കൊണ്ടേ കഴിച്ചു. അവർക്ക് ഉണ്ടാക്കും നല്ല ഇഷ്ടമായി. അതായത് ചിക്കൻ 65 ആക്കി വെച്ചിട്ടുണ്ട്. മക്കൾക്ക് രണ്ടാക്കും കൊടുത്തപ്പോൾ എരിവും ഇതൊന്നും ഇല്ലാത്ത ചോറല്ലോ, അവർക്ക് രണ്ടാക്കും നല്ല ഇഷ്ടമായി. ഒരു വെള്ളാസ്റ്റ് കഴിച്ച ഓരോ കാര്യങ്ങളാണ് തീർത്ത്. അപ്പോൾ ഏകദേശം മാങ്ങ കൊടുക്കാനായിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് നോമ്പ് തുറക്കട്ടെ, സ്കെച്ചൊക്കെ നോമ്പ് തുറക്കട്ടൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.